മുസ്ലിം നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. അത് ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരിക്കാം. അവിടെ ഇസ്ലാം ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവരാരെന്നറിയാതെ അവർക്ക് യുദ്ധം ചെയ്യും. നല്ല ആയത്താൽ നിങ്ങളുടെ ആളുകളെ അറിയാതെ വായിച്ചു നോക്കണം. അതിന് ഈ വാക്യമുണ്ട്, നിങ്ങളുടെ ആളുകളെ ആരെന്നറിയാതെ. കാരണം അവിടെ മുസ്ലിമീങ്ങളുടെ മക്കൾക്കകത്ത് അവർ ഇസ്ലാമിനെ വെളിപ്പെടുത്തിയിട്ടില്ല. അവരവിടെ ഒരു നീതി നിൽക്കുക, മറ്റൊരു അക്രമമായിട്ട് അത്ര വരെ ശ്രദ്ധിച്ചിട്ട് അവർ സംസാരിക്കുക. നമുക്കുണ്ടോ വല്ല ശ്രദ്ധയും ഇക്കാര്യത്തിൽ? അപ്പൊ നിങ്ങളെങ്ങാണ്ട് നിങ്ങൾ ജയിക്കാനിട്ടല്ല ബദറിയാവുന്നത് തന്നെ ഉണ്ടായത്. ശേഷം നടക്കുന്നത് കൂടുതൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിക്കാനിട്ടല്ല, നിങ്ങൾ ജയിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങൾ അവിടെ കയറി ആക്രമിച്ചാൽ നിങ്ങളുടെ ആളുകൾക്ക് ബാധിക്കപ്പെടും. അപ്പൊ അവിടെ ഉണ്ട് ആര്? മുസ്ലിമീങ്ങൾ. എങ്ങനെ? അവർ മറ്റവർ അക്രമമായാലും അവരെ തുടങ്ങി നിൽക്കുക. എന്നാൽ അവർ മുസ്ലിമീങ്ങളാണ്. അങ്ങനെ അവരുടെതാവാം. അപ്പൊ വരുമ്പോ ശത്രുവിന്റെ അനുഗ്രഹം അവരോടൊരു നിലപാടൊക്കെ സ്വീകരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ആത്മത പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഇല്ല അക്രമം ഭയന്നാൽ നിങ്ങൾക്ക് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ശത്രുവിനോട് സഹകരിച്ച് നിൽക്കാം. ആ സഹകരണം എത്ര വരെ ആകാം? പറയണം. ഈ പറഞ്ഞല്ലോ എല്ലാം ഈ സഹകരിച്ചു നിൽക്കുന്നത് അത് മാത്രമേ പാടുള്ളൂ. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നിൽക്കാം. പക്ഷേ പ്രവർത്തി കൊണ്ട് പാടില്ല. അഥവാ വർത്തമാനം കൊണ്ട് അവരെ കൂടെ നിൽക്കാം. എന്നാൽ അവരെ കൂടെ നിന്നാണ് ഇസ്ലാമിന് പണിയെടുക്കാൻ പറ്റും. കാരണം അവർ ഇസ്ലാമിനെ പണിയെടുക്കും. ശത്രുക്കൾ അങ്ങനെ അതിനെ കൂടാൻ പറ്റില്ല. അപ്പോ വർത്തമാനം കൊണ്ട് അവരെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് ആക്രമണത്തിൽ രക്ഷപ്പെട്ടു പോകാം. പക്ഷെ അമല് കൊണ്ടത് പാടില്ല. അങ്ങനെ സഹകരണം പാടില്ല. അവിടെ ഒരു നിലപാട് വെച്ചിരിക്കാം. അതുമായി സഹകരിച്ച് നിൽക്കാം. നിങ്ങളുടെ അക്രമം പറയുന്നുണ്ടോ? പക്ഷെ നാളുകൊണ്ട് ആവാം. ആണുങ്ങളൊക്കെ നല്ല വാക്കുപാടത്തോടെ പറയാം. അവരെ കൂടെ കൂടി അവരുടെ പണി നമ്മളെ എന്ത് ചെയ്താലോ അത് ഇസ്ലാമിനെതിരാവും, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരാവും, ഇസ്ലാമിന്റെ പ്രബോധനത്തിനെതിരാവും, ഇസ്ലാമിക പ്രവർത്തനത്തിനെതിരാവും, ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരാവും. അങ്ങനെ പാടില്ല. അതിന്റെ വിശദീകരണങ്ങൾ വായിക്കാൻ എഴുതിയിരിക്കാം. ഇസ്ലാമിന്റെ പ്രവർത്തനത്തിനും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിന്റെ രാഷ്ട്രത്തിനൊക്കെ മുന്നോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുമാണ് ഈ ആളുകൾ ഇടപെടുമ്പോൾ അവരെ കൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. എന്നാൽ അവരെ ഉപദ്രവം വായിച്ച് നിങ്ങൾക്ക് വർത്തമാനം കൊണ്ടൊക്കെ കൂടെ നിൽക്കും ചെയ്യാം എന്നാണ്. അത്രയും കൃത്യല്ലേ? ഈജിപ്തിനെടുക്കാം. 30 കൊല്ലമായി ആൾക്കാരെ വിളിച്ചത് മറ്റവരുടെ കൂടെ നിന്ന് ആളുകളുടെ ശത്രുവിനെ കൂടെ നിന്നു. അതല്ലേ അമേരിക്ക ഉൾപ്പെടെ പിന്താങ്ങിന്റെ ലിബിയിലെ ഗദ്ദാഫിന്റെ അമേരിക്കക്കാരെ കുടുങ്ങിക്കിടക്കില്ലല്ലേ? അല്ലേ? എല്ലാ ഏകാധിപത്യത്തിലെ കൂടുതൽ അമേരിക്ക നിൽക്കുന്നത് സൗദി രാജാവിനോട് കൂടെ നിൽക്കുക. നല്ല കാര്യമാവട്ടെ. ആരുടെ കൂടെ നിൽക്കുന്നത്? ആർക്കെതിരാണ് നിൽക്കുന്നത്? അവിടുത്തെ ജനങ്ങൾക്ക്. ഈ ജനങ്ങൾ ആരാ? മുസ്ലിങ്ങളല്ലേ? ആണ്. അവർ നല്ല ഇസ്ലാമിന്റെ ആൾക്കാർ, ഇസ്ലാമിക പ്രസ്ഥാനക്കാർ. അവർ പൊതുകളല്ലേ ഈ സഹായം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ഈ ഇസ്ലാമിന്റെ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാവി കൂമ്പടയുന്ന രീതിയിൽ നിങ്ങൾ അവരുമായി ബന്ധപ്പാടില്ല. ആരോടാ പറയുന്നത്? മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെ. പേര് മുസ്ലിം തന്നെയാണല്ലോ. ആണ്. അതല്ലേ നമ്മുടെ കുഴപ്പം. മുസ്ലിം നാമധാരികളെ ഇസ്ലാമിന്റെ ശത്രുക്കളായ കാലല്ലേ ഈ കാലം. അതല്ലേ നമ്മുടെ കുഴപ്പം. ഇതിലൊക്കെ വലിയ ആശയങ്ങളുണ്ട്. മുസ്ലിങ്ങൾ അതിനുള്ള മുസ്ലിം ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയോ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെയോ മുനയൊടിക്കുന്ന രീതിയിൽ അവരുമായി സഹകരണം പാടില്ല. നിങ്ങൾ അവരുടെ ശത്രുത ഭയപ്പെടുമ്പോൾ പോലും നാം കൊണ്ടായി കൊടുക്കാം. അതാണ് ഈ സംഭവിച്ചത്. മുസ്ലിംമാരുടെ എല്ലാവരുടെ ആൾക്കാരാണ്. പക്ഷേ ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും മുദ്രാവാക്യങ്ങളും വർത്തമാനങ്ങളും പരമൊഴുകിയപ്പോ ലക്ഷങ്ങൾ കുതിച്ചൊഴുകിയില്ലേ വീട്ടിൽ നിന്ന്? അവരൊക്കെ കൂടെ കൂടിയില്ലേ? അവരൊക്കെ കൂടെ കൂടെ ഭരണ നാട് വിട്ടില്ലേ? നിങ്ങൾ സംഭവ ലോകത്തെ വാർത്തകൾ വായിക്കില്ലേ? വായിക്കേണ്ട നിങ്ങൾ. അപ്പൊ അവരുടെ മനസ്സിൽ എന്തുണ്ട്? ഈ ഇസ്ലാമുണ്ട്. തൽക്കാലം ഭരണാധികാരികളെ നിൽക്കുക. അതാണ് ഒമാനിൽ സംഭവിച്ചത്, അതാണ് യമനിൽ സംഭവിച്ചത്, അതാണ് സൗദി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ അവർ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അവിടെ മനസ്സിൽ ഇതുണ്ട്. അവസരം കിട്ടുമ്പോണ്ടല്ലോ ഇവരെല്ലാവരും തിരിഞ്ഞു നിന്നാല് ഈ ചങ്ങാതി ഓടണം. എങ്ങനെ? മുമ്പ് ഈ നിയമം വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ ഈ റോഡിൽ കൂടി കാലികളെ കൂട്ടം കൂട്ടമായി ഒന്നോ രണ്ടോ ചങ്ങാതിമാർ കൊണ്ടുപോകില്ലേ തെളിച്ചിട്ട്? നിങ്ങൾ അവരെ സങ്കല്പിക്കാം. ആ കാലികൾക്ക് ഒരു നിമിഷം ബോധം വന്നാൽ അവ ഒന്നടങ്ങത്തിന് ഇവരെ നേരെ നിന്നാൽ ഇവരെ ഓടിയിട്ട് ചാല ബസാറിനോട് കൂടി പോലെ അതുപോലെ സംഭവിക്കാം. ഈ മനുഷ്യന്മാർക്ക് തിരിച്ചറിവ് കിട്ടിയവരെല്ലാം തിരിഞ്ഞാൽ ഓടുമ്പോൾ
ഇസ്ലാമിന്റെ കൂടെ നിന്നുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ മുസ്ലിം മുബാറക്കിന്റെ കൊട്ടാരത്തിനകത്ത് പേരെടുത്തവർ വരെ പുറത്തിറങ്ങിയെങ്കിൽ അവരിൽ തിന്നുമെന്നുള്ള പട്ടാളക്കാരനും പോലീസും തോക്കും തോക്കും താഴെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്തപ്പോൾ അവരുടെ നടയില്ല മറ്റൊരുപാട് ഹരിസുകളെ കൂടിയത് ഒരു തമാശ അത്രയും കൃത്യമായിട്ടല്ലേ പോയത്. അതാണ് സംഭവം. അപ്പോ ഈ വർത്താനത്തിലൊക്കെ നിൽക്കണം, നിലപാട് കൃത്യമായിരിക്കണം, പ്രവൃത്തിയിൽ പാടില്ല, കുടിച്ചെടുക്കണം. അപ്പൊ അത്രയും കൃത്യമായ നിലപാടുകളല്ല. അങ്ങനെ മനസ്സിലാക്കണം. വെറുതെ പോയ കാര്യം മനസ്സിലാവില്ല. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ കുടുങ്ങിയാൽ ഒരു പരിധി വരെ എടുക്കാം. പക്ഷെ അവസരം വരുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു കുത്തണം. അവന്റെ കൂടെ അമല് ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് സഹകരണം ആവുന്നത് മാത്രമേ പാടുള്ളൂ. പ്രവർത്തിയിൽ പാടില്ല. ആ ചിന്തകൾ നമുക്ക് വേണം. ഉത്തരേ നമ്മൾ ഇസ്ലാമിന്റെ എതിരാളികളായി മാറില്ല. ഇസ്ലാമിന്റെ ആദർശവും അതിന്റെ ക്രമമൊക്കെ ശരിയാണ്. അത് നമ്മൾ മനസ്സിൽ വേണം. തൽക്കാലം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നാം കൊണ്ടേ നിൽക്കാവൂ. പ്രവൃത്തി കൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിളിക്കാൻ പോയാലോ അതാണ് നമ്മുടെ കുഴപ്പം. നമ്മളെ തക്കിയുള്ള യുവമാനെ കൊണ്ട് നിന്നാലും ഇസ്ലാമിനെ തന്നെ വിളിക്കാം. അമലിലത് പാടില്ല. നാമിനൊരു പരിധിവരെ നിങ്ങൾക്കാവാം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ആ നാം കൊണ്ട് നിങ്ങൾ അവരുടെ സഹകരിച്ച് നിന്നോ. പക്ഷേ വലാമിൽ അമൽ പ്രവൃത്തി കൊണ്ട് പാടില്ല കേട്ടോ. അത് വിടൂല. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ എന്താ പ്രവൃത്തി കൊണ്ടാ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമായിരുന്നു. ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായ രീതിയിൽ പറയില്ല, ഇസ്ലാമിന്റെ സമഗ്രമായ രീതിയിൽ പറയില്ല. അത് പറയുന്നവരുടെ പണിയെടുക്കുക. എന്തിനാ പണി നിർത്തുന്നീ? തൽക്കാലം നീ പറയണ്ടെന്ന് വെച്ചാൽ മതി. തൽക്കാലം നീ പറയണ്ടെന്ന് വെച്ചോ. പക്ഷെ നീ എന്തിനാണ് പൊളിക്കാൻ പോകുന്നത്? പൊളിക്കുന്നത് ഏറ്റവും പ്രസ്ഥാനത്തെ ഇസ്ലാമിൽ തന്നെയാണ് മനസ്സിലാക്കണം എന്ന് വളരെ പറയുക. എന്നിട്ട് അത് പറയാം. ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പോകാൻ പറ്റില്ല. അവരുമായി ചേർന്ന് കളിക്കാൻ തീരുമാനിച്ചെങ്കിൽ അള്ളാഹുമായി ബന്ധമല്ല. അവനെ കുറിച്ച് നിങ്ങളെ ഭീതിപ്പെടുത്താണ്. അപ്പോ ഈ നിലപാടിന് തെറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹ് അവനെ കുറിച്ച് നമ്മളെ വിഷയപ്പെടുത്തുന്നില്ല. അവനെന്ത് ഓർമ്മമാണ്, അവനേക്കാൾ മടങ്ങാൻ ഓർമ്മമാണ്, അവരുമായി ബന്ധമുണ്ടാവില്ല ഓർമ്മമാണ് എന്നത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം മതിയായിട്ട് നമ്മുടെ സമയം കൂടെ അധികാരമില്ല. നിങ്ങൾ പഠിക്കണം. ഇസ്ലാമാണ് അല്ലാതെ ഖുർആനാണ്. നിലപാട് വേണം. നിലപാടില്ലാതെയാണ് നമ്മുടെ കുഴപ്പം. നിലപാട് എല്ലാത്തിനും നിലപാടില്ല. ഓരോ സ്ഥലത്തിനും ഓരോ സന്ദർഭത്തിനും ഒക്കെ പറ്റിയ നിലപാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയായിരിക്കണം. നാം ഇസ്ലാമിന് വേണ്ടിയാവുക, ഇസ്ലാമിന്റെ നിലപാടനുസരിച്ചാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഇത്തരം വിശദീകരണങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്വയം മാറാനും നമ്മുടെ സമുദായത്തെ മാറ്റാനും സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ ബന്ധവുമായി കഴിയുന്ന എല്ലാ പദ്ധതികളെയും നമ്മൾ എല്ലാവരും മാറാവട്ടെ. മരിച്ചവർക്ക് മാറാവട്ടെ. രോഗികൾക്ക് ശിക്ഷയും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.